വെൽക്കം ബാക്ക് അഗൈൻ ഗൈസ്. അപ്പോൾ ഷാഡോ ഫൈക്സ് ഫുഡ് ഡെലിവറി 1 lakh പ്രോഫിറ്റ് ചലഞ്ച് ഡേ 14 ഇന്ന് ഗൈസ്. അപ്പോൾ നമുക്ക് രാവിലെ കഴിക്കാനുള്ളതെന്ന് പറയുന്നത് പുട്ടാണ് കേട്ടോ. പുട്ടും പഴമുണ്ട്. പുട്ട് പഴം ഇത് നോക്കണ്ട, അത് പുട്ട് എടുത്തിട്ട് പൊടിച്ച് വെച്ചാണ് കേട്ടോ. ചൂട് പോകാൻ വേണ്ടി, ചൂടായിരുന്നു, അതുകൊണ്ട് ചൂട് പോകാൻ വേണ്ടി എടുത്ത് വെച്ച്. ബാഗ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. ഗൈസ്, അപ്പൊ എണ്ണ അടിച്ചിട്ട് പോവാം. ഗൈസ്, അപ്പൊ ഇന്നത്തെ വില എന്ന് പറയുന്നത് 107 രൂപ 48 പൈസയാണ് വലിയ. ഗൈസ്, അപ്പൊ ഫസ്റ്റ് ഓവർ അടിച്ചിട്ടുണ്ട്. നമസ്തേ തിരുവനന്തപുരം കേട്ടോ. ഗൈസ്, അപ്പൊ രാവിലെ തന്നെ മുട്ടൻ പണി കിട്ടിയിരിക്കുകയാണ്. സംഭവം ഓവർ അടിച്ച് ഇവിടെ വന്നു കേട്ടോ. ഇവിടെ അടിച്ച് വന്നപ്പം ഹോട്ടല് ഓപ്പൺ പോലും അല്ല, അടച്ചു പൂട്ടിയിട്ടേക്കണ് കേട്ടോ. ഇത് കേട്ടാ ലോക്കട് ഫുള്ള്. എന്തിയേ ഗൈസ്, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഓവർ അടിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഓവർ ഐശ്വര്യമായിട്ട് ക്യാൻസൽ ആയിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ ഓവർ അടിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഓവർ എന്ന് പറയുമ്പോൾ സായ ആൻഡ് ദാസ് കേട്ടോ, അമ്പലം. ഗൈസ്, അപ്പൊ ഓവർ എടുത്തിട്ടുണ്ട്. അപ്പൊ ടീ, ഗീ ദോശ, ഇടിയപ്പം വിത്ത് കുറുമ, സാമ്പാർ വടയാണ് കേട്ടോ ഐറ്റം. ഗൈസ്, അപ്പൊ കൊടുക്കാനുള്ള കാഞ്ഞിരം പാറയാണ്. ഫസ്റ്റ് നമുക്ക് ആദ്യത്തെ ഓവർ നമ്മൾ കൊണ്ടുപോകുന്ന സമയം എന്ന് പറയുമ്പോൾ ഏകദേശം 8:30 കഴിഞ്ഞ കേട്ടോ. ഫസ്റ്റ് ഓവർ അടിച്ച് നമസ്തേ ട്രിവാൻഡ്രം, അത് സംഭവം അത് ക്യാൻസലായി. പിന്നെ അത് ക്യാൻസലായെന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റ് ഓപ്പൺ അല്ല, റെസ്റ്റോറൻറ്റ് ക്ലോസ് ആയിരുന്നു. അവിടെ ഓർഡർ അടിച്ച പിന്നെ അവര് പറയണം അവിടെ ഓർഡറേ വന്നിട്ടില്ല. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ അത് ക്യാൻസലായി. അടുത്ത് രണ്ടാമത്തെ ഓർഡർ അടിച്ച് സായി അൻഡാസ്. പക്ഷെ നല്ല വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. 8:05 ഓർഡർ അടിച്ചാണ്. ഇപ്പൊ സമയം 8:36 കേട്ടോ. 8:34 ഓർഡർ കിട്ടിയത്. ഏകദേശം അരമണിക്കൂർ എടുത്തിട്ടായി. ഇവിടെ തൊഴുവങ്കോട് അമ്പലം എത്തിയേട്ടാ. ഫുള്ള് പാർക്കിംഗ് ആണ്, നല്ല തിരക്കോ. ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ശരി, എന്താ അല്ലല്ല 54 തന്നെയല്ലേ? ശരി, പൈസ ഓർഡർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പൈസ എന്ന് പറയണത് 41 രൂപയാണ് കേട്ടോ കിട്ടിയത്. പൈസ അപ്പം ഓർഡർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. റെഡി വന്നില്ല, റെഡി ആയ ഐറ്റം എന്ന് പറയണത് പുട്ട് വിത്ത് മലബാർ ചിക്കൻ ബോയിൽഡ് എഗ് കേട്ടോ, ഒരെണ്ണം. ശരി, ഓക്കെ. പൈസ ഓർഡർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. എത്ര രൂപ കിട്ടിയെന്ന് തോന്നുന്നു, നോക്കിയില്ല കേട്ടോ. ഇപ്പൊ പറയാം. പൈസ 32 രൂപ കേട്ടോ കിട്ടിയത്. ഓർഡറൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പൈമാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഗൈസ്, അപ്പോൾ രാവിലെ 7 മണിക്ക് 7:15 കേട്ടോ. 7:15 കഴിഞ്ഞെന്ന് തോന്നുന്നു. ഓണാക്കിയതാണ്. ഇപ്പോൾ മണി 10:10 ഇതുവരെ ആപ്പാടെ കിട്ടിയത് 2 ഓവർ. 3 ഓവർ കിട്ടി കേട്ടോ, ഒരെണ്ണം ക്യാൻസലായി. ഗൈസ്, 3 മണിക്കൂറിൽ നമുക്ക് കിട്ടിയത് ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 74 രൂപയാണ് കിട്ടിയത്. 2 പുട്ട് കിട്ടിയിട്ട് കേട്ടോ. വൺ ഷോ. ഗൈസ്, അപ്പോൾ അടുത്ത ഓവർ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആര്യസിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ കൊടുക്കാനുള്ളതെന്ന് പറയുമ്പോൾ ഇല്ല, ചെമ്പാശ്ശേരി നാറാണ് നമ്മളെ പരുത്തിപ്പാറ പോണ റൂട്ട് കേട്ടോ.
ഗൈസ് അപ്പോൾ സെക്യൂരിൽ കൊടുത്താൽ മതി എന്ന് പറഞ്ഞേട്ടാ. അപ്പോൾ കൊടുത്തിട്ട് നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ 37 രൂപയാണ് കിട്ടിയത്. ഗൈസ് അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. പാഞ്ചാലിയാണ്, ബൈ ശ്രീധന്യാണ്. ഈസ്റ്റ് ബോട്ടാണ് കൊടുത്തേക്കണം കേട്ടോ. ഈസ്റ്റ് ബോട്ട് കരമനയായിരിക്കും മിക്കവാറും. എനിക്ക് ഏതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ആദ്യമായിട്ടാണ് പോകണം കേട്ടോ. Uh, 2617 ഇതുണ്ട്. മട്ടൻ കറി. ഗൈസ് ഫുഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മട്ടൻ കറിയാണ് കേട്ടോ. മട്ടൻ കറി കൊടുക്കാനുള്ളത് പാള എയർപോർട്ട് റോഡ് പേട്ട എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് നടക്കുക. ഗൈസ് ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്തി കേട്ടോ. പക്ഷെ മാപ്പ് കറക്റ്റ് അല്ലല്ലോ മോനെ. ചൂടാണേ. ശരി ഗൈസ് അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. എല്ലാ ഫേസ് ആണ്. എല്ലാ ഫേസ് എന്ന് പറയുമ്പോൾ നമ്മളെ സെക്രട്ടേറിയറ്റ് പോകൂലേ, ആ ഭാഗത്താണ്. മറ്റേ ആയുർവേദ കോളേജ് ഇല്ലേ, അതിൻ്റെ അവിടെയാണ് കേട്ടോ എല്ലാ ഫിക്സ്. അപ്പോൾ ഇപ്പോൾ ഓർഡർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓർഡർ കൊടുത്ത് എമൗണ്ട് എന്ന് പറയുന്നത് 40 രൂപ 76 പൈസയാണ്. മട്ടൻ കറിയായിരുന്നു കേട്ടോ. ഗൈസ് അപ്പം അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ആനന്ദൻ ടേക്ക് അവേ ആണ് കേട്ടോ. നന്തൻകോടാണ് ആനന്ദൻ ടേക്ക് അവേ. ഗൈസ് അപ്പം നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഗൈസ് അപ്പം ഐറ്റം കിട്ടിയിട്ടുണ്ട്. തോരൻ, വെജിറ്റബിൾ ബിരിയാണി, പാൽ പായസം, അവിയൽ, ചിക്കൻ ഫ്രൈ കേട്ടോ. ചിക്കൻ ഫ്രൈ, ചിക്കൻ തോരൻ. ഗൈസ് അപ്പം നമുക്ക് കൊടുക്കാനുള്ളത് പൊട്ടക്കുഴിയാണ് കേട്ടോ. പൊട്ടക്കുഴിയിലാണ് കൊടുക്കാനുള്ളത്. വൻ ശോകം ശോകം ശോകം. രാവിലെ 7 മണിക്ക് ഓണാക്കിയാണ്. മൂന്നാമത്തെ ഓർഡറാണിത്. മൊത്തം 4 ഓർഡർ കിട്ടി. ഒരെണ്ണം ക്യാൻസലായി. പൊട്ടക്കുഴിയാണ് കേട്ടോ. അപ്പൊ ഇതിലേ പോവാം. ഇതിലേ പോയാൽ കുറച്ചുകൂടി എളുപ്പമുണ്ട്. അതിലേ പോയാൽ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ആദർശ് നഗറിലാണ്. ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്ന് പറഞ്ഞു കേട്ടോ. ലെഫ്റ്റ് പോയി നോക്കാം. ഹൗസ് നമ്പർ നോക്കിയില്ല. പെട്ടെന്നൊരു ആവേശത്തിൽ ചാടി ഇറങ്ങി. നോക്കട്ടെ. അത് 35 കേട്ടോ. 29. അപ്പൊ ഇവിടെ തന്നെ 31 31 34 35 ചേട്ടാ. ഓക്കെ, ഇവിടെ തന്നെ. ഇവിടെ തന്നെ. ഓക്കെ ഗൈസ്, നമ്മൾ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ശരി, ഓക്കെ. അപ്പോൾ നമുക്ക് കിട്ടിയെന്ന് പറയണത് 35 കേട്ടോ. ഗൈസ് അപ്പം നമുക്ക് ഡേ 14 ഷാഡോഫെക്സ് ഫുഡ് ഡെലിവറി ചലഞ്ച് ഡേ 14 നമുക്ക് ടോട്ടൽ കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് 416 കേട്ടോ. 10 ഓവർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 416 നമ്മളെ പെട്രോൾ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ 230 രൂപയാണ്. അത് പോയിട്ട് 186 രൂപയാണ് നമ്മളെ ഡേ 14 നമ്മളെ പ്രോഫിറ്റ്. വൺ ഷോക്ക് വരുന്ന രാവിലെ 7:15 ഓണാക്കിയിട്ട് ഏകദേശം
12 മണിയായപ്പോൾ തന്നെ 5-6 എണ്ണമൊക്കെ ആയിട്ടുള്ളൂ. ഗൈസ് അപ്പം ഡേ 1 മുതൽ ഡേ 14 വരെ ഷാഡോഫൈസ് ഫുഡ് ഡെലിവറി ചലഞ്ചിൽ നമുക്ക് കിട്ടിയെന്ന് പറയുന്നത് 8,869 രൂപ നമുക്ക് ടോട്ടൽ കിട്ടിയത്. ഗൈസ് നമ്മൾ ഷാഡോഫൈസ് ഫുഡ് ഡെലിവറി 1 lakh പ്രോഫിറ്റ് ചലഞ്ച് നമ്മൾ ഡേ 14 വെച്ച് നമ്മൾ നിർത്തുകയാണ്. മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഓർഡർ അടിക്കില്ല. പിന്നെ 20 ഓർഡർ എടുക്കാൻ വേണ്ടി നിൽക്കുമ്പം 19 ഓർഡർ കൊണ്ടുവച്ച് നിർത്തും. അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. അഥവാ 20 ഓർഡർ എടുക്കണമെന്നുണ്ടെങ്കിലും നമ്മളെ പിടിച്ചിരുത്തി രാത്രി 12-1 മണി വരെ പിടിച്ചിരുത്തും. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. പിന്നെ 24 ഓർഡർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ 23-ലും 22-ലും കൊണ്ടുവച്ച് നിർത്തും. പിന്നെ ഓർഡർ കിട്ടില്ല. അപ്പോൾ രാത്രി ഒരു നിന്നാലും ഓർഡർ കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ കുറച്ചാളും കൊണ്ടാണ് ഈ പ്രശ്നം തുടങ്ങിയത്. അപ്പോൾ എന്തായാലും നമുക്കത് ഈ കണക്കിന് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഡേ 14 വെച്ച് നിർത്തുകയാണ്. ഗൈസ് അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് നമുക്ക് നിർത്തിയേ പറ്റുള്ളൂ. കാരണം നമുക്ക് മുതലാവുന്നില്ല. എക്സ്പെൻസ് എല്ലാം പോയിട്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള എമൗണ്ട് കിട്ടുന്നില്ല. അതും നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് നമ്മൾ ജോലി ചെയ്യുമ്പോൾ അതിനുള്ള എമൗണ്ട് കിട്ടുന്നില്ല. ഗൈസ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വേണം.